ഹലോ, നമുക്ക് ഓറഞ്ച് ക്ലൈമ്പിംഗ് റോസിൻ്റെ സെയിൽ വീഡിയോ ആണ്. നമ്മൾ മെയിൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു ഷോർട്ടാക്കി കുറച്ച് വീഡിയോസ് ഇടുന്നുണ്ടെന്ന്. ഞാൻ ഒത്തിരി വെറൈറ്റി റോസുകൾ കൊണ്ടുവരാറുണ്ട്. പക്ഷെ അതെല്ലാം മദർ പ്ലാന്റ്സ് ആയത് കൊണ്ട് തന്നെ 2-3 വെറൈറ്റി. ഇനിയിപ്പോൾ ഒത്തിരി വന്നാൽ തന്നെ പ്രീ ബുക്കിങ്ങും കൂടി ഉള്ളതുകൊണ്ട് അവർക്ക് കൂടി കൊടുത്തു കഴിഞ്ഞിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിലിനായിട്ട് വയ്ക്കാറ്. അപ്പോൾ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്ലാന്റ്സൊക്കെ ഇപ്പോൾ ആ ഒരു മദർ പ്ലാന്റിൻ്റെ റേറ്റിൽ വാങ്ങാൻ കഴിയാത്തവരുണ്ട്. അപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള എന്ന് വെച്ചാൽ ഇപ്പോൾ ഓൺലൈൻ നോക്കുവാണെങ്കിൽ ഞാൻ ഉൾപ്പെടെ കുറഞ്ഞ പ്ലാൻസ് ഉണ്ടോയെന്നാണ്. ഇതിന് മുന്നേയൊക്കെ ഞാൻ പ്ലാൻസ് നമ്മൾ സെയിൽ ചെയ്യുന്നതിന് മുന്നേയൊക്കെ ഞാനും ഓൺലൈനിൽ നിന്ന് പ്ലാന്റ് വാങ്ങി നട്ടു വളർത്തുന്ന ഒരാളാണ്. അപ്പോൾ ഞാനാണെങ്കിലും കുറഞ്ഞ പ്ലാന്റ് ഉണ്ടോ എന്നാണ് ആദ്യം നോക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പ്ലാന്റ്സിൻ്റെയൊക്കെ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ വരുമ്പോഴത്തേക്കും ഈ കവർ റോസുകളാണ് വരുന്നത്. ചെറിയൊരു ചട്ടിയിൽ വളർന്നാലെങ്കിലും നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് എനിക്കൊരു വിശ്വാസമുണ്ട്. പക്ഷേ ഈ കവർ എന്ന് പറയുമ്പോൾ അത്രയും ചെറിയ കവറിൽ വരുന്ന പ്ലാന്റ് എനിക്ക് വേണമെങ്കിൽ എടുത്തിട്ട് 60 രൂപ 80 രൂപ റേറ്റിലൊക്കെ സെയിൽ ചെയ്യാം. പക്ഷേ ഒരു ഉറപ്പില്ല. ഓരോ പ്ലാന്റും അവരുടെ ആ ഒരു വളർച്ചയ്ക്ക് അനുസരിച്ചിട്ടാണ് പോട്ട് സൈസ് മാറ്റം വരുന്നത്. ഒരു കുഞ്ഞു കവറിൽ നട്ടുവളർന്ന പ്ലാന്റിൽ അത്രയും വേരെ അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ. നമ്മളതെങ്ങനെ ഒരു ഓൺലൈൻ വഴി അയക്കുമ്പോൾ എങ്ങനെ നമ്മൾ ആ പ്ലാന്റ് കൊറിയർ ചെയ്യും? പിടിച്ചു കിട്ടാൻ ചാൻസ് കുറവാണ്. പ്ലാന്റ് നമ്മൾ അയക്കുമ്പോൾ അത്രയും വെള്ളം അതിൽ വയ്ക്കാനായിട്ട് പറ്റുക, അതായത് ആ റൂട്ട് അത്രയും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആ കമ്പൊക്കെ ഒന്ന് ഉണങ്ങി ഇതായി പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് ഈ ചെറിയ പ്ലാന്റ്സ് തരുമ്പോൾ കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മുടെ ഗാർഡനിൽ ചെറിയ കവർ റോസുകൾ സെയിൽ ചെയ്യുന്നത് വളരെ കുറവാണ്. കവർ റോസുകൾ സെയിൽ ചെയ്യുവാണെങ്കിൽ 5 കിലോ മണ്ണിൽ വന്നിട്ടുള്ള കവർ റോസുകളൊക്കെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അത് കൂടുതലും ഇപ്പോൾ അങ്ങനെയുള്ള കവർ റോസ് അങ്ങനെയുള്ള പ്ലാന്റ്സ് വലിയ പ്ലാന്റ് സെയിൽ ചെയ്താലും 100% ഗ്യാരണ്ടി എന്നല്ല. ഓൺലൈൻ വഴി പ്ലാന്റ് സെയിൽ ചെയ്യണതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കി കസ്റ്റമർ ഓക്കെ ആണെങ്കിൽ മാത്രം ഓർഡർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് മെയിൻ കാര്യം. ഒത്തിരി ആളുകൾ വെറൈറ്റി റോസുകൾ കാണുമ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റ് ഉള്ളോ ചെറുതുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ചെറുത് നല്ല പ്ലാന്റ് ഉണ്ടെങ്കിൽ ഉറപ്പായും സെയിൽ ചെയ്യും. കാരണം നമ്മൾ സെയിൽ എന്നുള്ളൊരു ഉദ്ദേശത്തിലിരിക്കുന്നവരാണ്. അപ്പോൾ അയച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ചെറിയ എമൗണ്ടാണ് നിങ്ങൾക്ക് പേ ചെയ്യേണ്ടി വരുന്നെങ്കിലും അത് ഒരു 80 രൂപയാണ് 100 രൂപയാണെങ്കിൽ പോലും അത് പൈസയാണ്. നമ്മളത് അയച്ചു കഴിഞ്ഞാൽ അത് പിടിച്ച് കിട്ടില്ല എന്നുള്ള പ്ലാൻസ് ആണെങ്കിൽ ഒരിക്കലും അത് എടുത്തുകൊണ്ട് വരികയില്ല, സെയിൽ ചെയ്യുകയില്ല. ഏകദേശം എനിക്കൊരു ഉറപ്പുണ്ട് ഈ പ്ലാന്റ് അവിടെ എത്തുന്ന വരെ ഈ പ്ലാന്റ് ഓക്കെ ആണ്. അങ്ങനെയുള്ള പ്ലാൻസ് ആണ് കൂടുതലും എടുത്ത് സെയിൽ ചെയ്യുന്നത് കേട്ടോ. കൂടുതലും റീപ്ലേസ്മെൻ്റ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഞാൻ ചെയ്യുന്നതും. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു ഓറഞ്ച് പ്ലാന്റ് എപ്പോഴും മദർ പ്ലാന്റ് വരുന്നതാണ്. ഒരുപാട് കസ്റ്റമേഴ്സ് പ്ലാന്റ്സ് വേണം എന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടോ, നോർമൽ സൈസ് പ്ലാന്റ് എന്നുള്ള രീതിയിൽ പോട്ടിൽ വളർന്ന പ്ലാന്റാണ്. നമുക്ക് ആ പ്ലാന്റ് കണ്ടാൽ തന്നെ അത്യാവശ്യം വളർന്ന പ്ലാന്റ്. ഈ കവർ റോസ് എന്ന് പറയുമ്പോൾ ഇത്രയും പോലും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇങ്ങനെ തിരഞ്ഞു പിടിച്ച പ്ലാന്റ്സ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് കളക്ട് ചെയ്യുമ്പോൾ എന്നെ കാണുമ്പോൾ തന്നെ അവർക്കൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ തിരഞ്ഞു പിടിച്ച് പ്ലാന്റ് എടുക്കുന്ന ഒരാളാണ്. റീപ്ലേസ്മെൻ്റ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഒത്തിരി ബൾക്കായിട്ടും സ്റ്റോക്ക് എടുക്കുന്നില്ല. എടുക്കുന്നത് ഒന്ന് നന്നായിട്ട് കൊണ്ടുവരാനാണ് ശ്രമിക്കാറ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ 120 രൂപ 120യുടെ പ്ലാന്റ്സാണ് ഈ കാണിക്കുന്നത്. പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, ഇതുപോലെയുള്ള നാടൻ റോസുകളൊക്കെ വളർത്താൻ എല്ലാവർക്കും നല്ല ഒരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ ഇതുപോലെ നിൽക്കുന്ന പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇത് പെറ്റൽസൊക്കെ കണ്ടാൽ തന്നെ അറിയാമല്ലേ, കുറച്ച് പാടാണ് ഇങ്ങനെ ഫ്ലവർ ഉണ്ടാവുകയാണെന്നൊക്കെ തോന്നുമല്ലോ ഇത് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്കും പല റോസ് പ്ലാന്റ്സും കാണുമ്പോൾ ഇതേ ഒരു ഡൗട്ടാണ്. കാരണം ഞാനിവിടെ അങ്ങനെ അധികം പ്ലാന്റ്സ് ഒന്നും വളർത്തിയിട്ടില്ല. പക്ഷേ ഈ ഓറഞ്ച് ക്ലൈമ്പിംഗ് റോസൊക്കെ നമ്മുടെ ഇവിടെ, അതുപോലെ വൈറ്റ് ഹവായി റോസൊക്കെ നമ്മളിവിടെ വളർത്തി പൂവ് അതുപോലെ തന്നെ വെറുതെ ചാണകപ്പൊടി കൊണ്ട് തന്നെ ഫ്ലവർ വരും എന്ന് മനസ്സിലാക്കിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെയുള്ള പ്ലാന്റൊക്കെ ഞാൻ വീഡിയോ തന്നെ പറയാറുണ്ട്, നിങ്ങൾ വാങ്ങിച്ചോളൂ, അതുപോലെ തന്നെ പൂവുണ്ടാവുന്നു. ഈ ഓറഞ്ച് ക്ലൈമ്പിംഗ് റോസിൽ നമുക്ക് ഫ്ലവർ ഉണ്ടാകുമ്പോൾ ഈ ഓറഞ്ച് കളർ തന്നെ, അതിലൊരു ഡിഫറൻസും വേറെ ഒരു കളർ കുറഞ്ഞോ അങ്ങനെയൊന്നും വിരിഞ്ഞ് കണ്ടില്ല കേട്ടോ. അതുപോലെ തന്നെ നന്നായിട്ട് വിരിയുന്നൊരു പ്ലാന്റാണ് പർപ്പിൾ റോസ്. ഇപ്പം നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പർപ്പിൾ റോസ്. ഓറഞ്ച് ക്ലൈമ്പിംഗ് റോസ് നമ്മുടെ ഗാർഡനിൽ പൂത്ത് നിൽക്കുന്നതും DAP ഒന്നും ആഡ് ചെയ്യാണ്ട് തന്നെ പൂത്ത് നിൽക്കുന്ന പ്ലാന്റൊക്കെ ഞാൻ മുമ്പ് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ക്ലൈമറ്റ് ഓരോ സ്ഥലത്തും ഓരോ നിങ്ങളുടെ വീടും പരിസരമൊക്കെ ഒരു വ്യത്യാസമായിരിക്കും. ഇപ്പം എൻ്റെ
അപ്പോൾ എൻ്റെ ഇവിടെ ചിലപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരിക്കാം, അതുകൊണ്ട് വിരിയുന്നതായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ അതിലും നല്ല ക്ലൈമറ്റ് ആയിരിക്കും, ചിലപ്പോൾ മോശം ക്ലൈമറ്റ് ആയിരിക്കും. അതൊക്കെ അനുസരിച്ചിട്ട് ചെടിക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കണം. അങ്ങനെയൊക്കെ കൊടുത്താലാണ് നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ, എൻ്റെ അമ്മ വീട്ടിലാണ് ഈ ചെടിയൊക്കെ നട്ട് വളർത്തുന്നത്. ഇവിടെ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈ ചെടികളെ ആക്രമിക്കുന്ന വണ്ടുകളും പ്രാണികളും ഇതൊക്കെയാണ്. ബാക്കി വേറെ ഒരു കുഴപ്പമില്ല. നന്നായിട്ട് ഇപ്പോൾ DAP ഒന്നും അങ്ങനെ കൊടുക്കാറ് പോലുമില്ല. അപ്പോൾ പക്ഷേ ഇങ്ങനെയുള്ള ഈ വണ്ടൊക്കെയാണ് ഇവിടെ വന്ന് പ്ലാന്റ്സിനെ നശിപ്പിച്ച് കളയുന്നത്. മുട്ട അരിക്കെ തന്നെ തിന്ന് തീർക്കുന്ന വണ്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അവരെ നശിപ്പിക്കാനുള്ളതാണ് ഞാൻ ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മളിപ്പോൾ ചെടി മേടിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഫ്ലവർ വിരിഞ്ഞില്ലെന്ന് പറഞ്ഞ് നിൽക്കുകയല്ല. നമ്മൾ വെറുതെ കൊണ്ട് നട്ട് കഴിഞ്ഞാൽ ഒന്നും അങ്ങനെ നന്നായിട്ട് ഉണ്ടാവില്ല. അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് കെയർ ചെയ്ത് കൂടെ നിൽക്കാമെന്നുണ്ടെങ്കിൽ മാത്രം നന്നായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ് റോസ് പ്ലാന്റ്. അതാണ് എനിക്ക് ഇത്രയും നാൾ റോസ് സെയിൽ ചെയ്തതിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം കേട്ടോ. അപ്പോൾ ഈ ഓറഞ്ച് ക്ലൈമ്പിംഗ് റോസ് നമ്മുടെ ഇവിടെ നന്നായിട്ട് പൂവിട്ടൊരു റോസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സെയിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. പിന്നെ പ്രത്യേക ഒരു കളറാണ്. മദർ പ്ലാന്റും നമുക്ക് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ 120ൻ്റെ പ്ലാന്റും അവൈലബിൾ ആണ്. മദർ പ്ലാന്റ് വേണ്ടവർക്ക് അങ്ങനെ ഓർഡർ ചെയ്യാം. മദർ പ്ലാന്റിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ കുറച്ചധികം വേരുകൾ ഉണ്ടാവും, ബ്രാഞ്ചസ് ഉണ്ടാവും. അപ്പോൾ കുറച്ചും കൂടി 120ൻ്റെ പ്ലാന്റ്സ് നിങ്ങൾ വാങ്ങുന്നതിനേക്കാളും കുറച്ചും കൂടി അവർക്ക് നിങ്ങളുടെ അടുത്ത് എത്തുന്നത് വരെ എന്താ പറയുക, നമ്മുടെ വേരുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഡീഹൈഡ്രേഷനൊന്നും ഉണ്ടാകാണ്ട് പ്ലാന്റ് നിങ്ങളുടെ കയ്യിലോട്ട് എത്തും. അതുപോലെ തന്നെ നിങ്ങൾക്ക് 120ൻ്റെ പ്ലാന്റ് വാങ്ങിയാൽ പിടിച്ച് കിട്ടില്ലെന്നല്ല, 2 പ്ലാന്റിനും ഓരോ ഇത് തന്നെയാണ്. പക്ഷെ മദർ പ്ലാന്റ് കുറച്ചുകൂടി ഒന്ന് ഉഷാറായിട്ട് നിൽക്കും എന്നുള്ളതാണ് ഒരു വ്യത്യാസം. രണ്ടും നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ചെറിയ പ്ലാന്റ്സ് ഒക്കെ വാങ്ങി നട്ടുപിടിപ്പിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. നമ്മൾ ചെറിയ പ്ലാന്റ്സ് അധികം വീഡിയോസിൽ കാണിക്കാത്തത് വെറൈറ്റി ആയിട്ടുള്ള റോസുകളുടെ ചെറിയ പ്ലാന്റ് കിട്ടുന്നത് കുറവാണ്. അല്ലാതെ നമുക്ക് എപ്പോഴും കാശ്മീരി റോസ്, 7 ഡേ റോസ് അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഉണ്ട് കേട്ടോ. അത് വീഡിയോയിൽ അങ്ങനെ കൊടുക്കുന്നില്ലെന്നുള്ളൂ. കാറ്റലോഗിൽ ആ പ്ലാന്റ് ഒക്കെ കിടക്കുന്നുണ്ട്. പിന്നെ ഒത്തിരി പേര് ഇപ്പോൾ ഓർഡർ ചെയ്തേക്കുന്നതുകൊണ്ട് ചില പ്ലാന്റ്സ് സ്റ്റോക്ക് ഔട്ട് ആയതുകൊണ്ട് ഒന്ന് ഹൈഡ് ചെയ്തിട്ടുണ്ട്. അല്ലാതെയുള്ള പ്ലാന്റ്സ് ഒക്കെ കാറ്റലോഗിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓറഞ്ച് റോസ് വാങ്ങാൻ ആഗ്രഹമുള്ളവർ വേഗം തന്നെ ഓർഡർ ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ റോസിന് വേണ്ട എല്ലാ കാര്യങ്ങളും കൊടുക്കുവാണെങ്കിൽ റോസ് നന്നായിട്ട് തന്നെ നിൽക്കും കേട്ടോ. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഇവിടെ വണ്ടുകളുടെ ശല്യമാണ് കൂടുതൽ. അല്ലാതെ നോക്കുവാണെങ്കിൽ റോസ് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ വണ്ടിനെയൊക്കെ നശിപ്പിക്കാനുള്ള ഇത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ റോസ് അടിപൊളിയായിട്ട് നിൽക്കും. ഇപ്പം ഇൻഗ്രിഡ് ബർഗ്മാനാണ് എൻ്റെ ഗാർഡനിലെ ഏറ്റവും നല്ലൊരു റോസ് എന്ന് പറയുന്നത്. അതൊക്കെ ഇപ്പം മുകളിലോട്ട് ടെറസിൻ്റെ പൊക്കം വരെ എത്തിയിട്ടുണ്ട്, അത്രയും വളർന്നു. പക്ഷേ ഈ വണ്ടും ഇതൊക്കെ ആക്രമിക്കുന്നുണ്ട് ഇലകളൊക്കെ. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അപ്ഡേഷൻ തരാം കേട്ടോ. നല്ല മൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ വലിയ വളങ്ങളും കൊടുക്കുന്നില്ല. അതുപോലെ വണ്ടുകളൊക്കെ ആക്രമിക്കുമ്പോൾ അതിന് വേണ്ട കാര്യങ്ങളും ഞാൻ ചെയ്യുന്നില്ല. എന്നിട്ട് പോലും സർവൈവ് ചെയ്ത് നിൽക്കുന്ന റോസ് പ്ലാന്റ്. അപ്പോൾ ഞാൻ അപ്ഡേഷനായി കാണിച്ചിട്ട്, അപ്പോൾ ഈ പ്ലാന്റ് വേണ്ടവർക്ക് വേഗം തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ്. ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്ക് ഔട്ട് കഴിഞ്ഞ് വളരെ കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് വീഡിയോ ഷോർട്ടായിട്ട് അതിൻ്റെയൊക്കെ ഓരോ റോസ് പ്ലാന്റിനെ മാത്രമായിട്ട് വീഡിയോ ചെയ്യുന്നത് കേട്ടോ.